നാം പാടിയതുപോലെ യേശുവിൻ തിരുപ്പാദത്തിൽ ഇരുന്ന് വചനം ശ്രവിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ഇട തന്നിരിക്കുന്നതോർത്ത് സ്തോത്രം. തന്നെ വല്ല നാം കേൾക്കുന്നത് കാക്കുവാൻ, അത് പാലിക്കുവാനൊക്കെ കർത്താവ് നമുക്ക് ഒരളവിൽ ഇടതരട്ടെ. അങ്ങനെ കേൾക്കുന്നത് നമുക്ക് പ്രയോജനമായി തീരത്തക്കവണ്ണം ദൈവത്തോടുള്ള ആദരവിൽ വചനം ശ്രവിക്കുവാൻ തുടർന്ന് നമ്മെ കർത്താവ് സഹായിക്കട്ടെ. നാം ആദ്യത്തെ സെഷനിൽ 14-15 വാക്യങ്ങൾ, 1 തിമോത്തിയോസ് 3-14-15 വാക്യങ്ങൾ ആധാരമാക്കി ദൈവവചനം മാത്രം സഭയിലെ നടത്തിപ്പിന്, അത് മാത്രമല്ല നമ്മുടെ വ്യക്തിജീവിതത്തിലെ നമ്മുടെ നടപ്പിനൊക്കെ അത് മാത്രം ആധാരമായിരിക്കണം എന്നുള്ള കാര്യമാണ് നാം കണ്ടത്. മാത്രമല്ല പൗലോസ് ആ കാര്യം തിമോത്തിയോസിൻ്റെ മനസ്സിൽ അതിൻ്റെ പ്രാധാന്യം പതിയുവാൻ തക്കവണ്ണം സ്ഥലം സഭയ്ക്ക് ഉപയോഗിച്ച 3 വിവരണമാണ് നാം കണ്ടത്. ഒന്ന്, അത് സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമാണ്. ആ പ്രയോഗത്തിൽ ദൈവത്തിന് സ്ഥലം സഭയെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് നാം കണ്ടത്. അവർ വചനം കാട്ടുകയും കാക്കുകയും ചെയ്യണം, തൂണും അടിസ്ഥാനവും. അപ്പോൾ അത് വചനം കാട്ടുകയും ചെയ്യണമെങ്കിൽ വചനം തന്നെ അടിസ്ഥാനമായിരിക്കണം. അപ്പോൾ ആദ്യത്തെ കാരണം ദൈവിക പ്രതീക്ഷ. രണ്ടാമത് അവിടെ പൗലോസ് ഉപയോഗിച്ച വിവരണം ജീവനുള്ള ദൈവത്തിൻ്റെ സഭ. അവിടെ ദൈവവചനം മാത്രം സഭയുടെ നടത്തിപ്പിന് അല്ലെങ്കിൽ സഭയിലെ നടപ്പിന് ആധാരമായിരിക്കണം എന്നുള്ളതിന് ഓർപ്പിക്കുന്നത് ദൈവിക സ്വഭാവമാണ്. അവൻ ജീവനുള്ളവനാണ്, അത് ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാണ്. അപ്പോൾ നമുക്ക് തോന്നിയതുപോലെ ആവാൻ സാധ്യമല്ല. വചനം ആധാരമായിരിക്കണം. ജീവനുള്ളതെന്ന് പറയുമ്പോൾ വികാരങ്ങളുള്ളവൻ, ശിക്ഷിക്കുന്നവൻ, ഈ ആശയങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് നാം ഓർക്കുകയുണ്ടായി. അപ്പോൾ അവിടെ നാം കണ്ടത് ദൈവിക സ്വഭാവം, ദൈവിക പ്രതീക്ഷ, ദൈവിക സ്വഭാവം. പിന്നെ മൂന്നാമത്തെ പ്രയോഗം നാം കണ്ടത് ദൈവാലയം, ദ ഹൗസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ ഭവനം. അവിടെ നാം കണ്ടത് ദി ഓണർഷിപ്പ് ഓഫ് ഗോഡ്, ഇത് ദൈവത്തിൻ്റെതാണ്. നമ്മുടെ വീടായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ നിയമങ്ങൾ കൊണ്ടുവരാമായിരുന്നു. ഇവിടെ അത് സാധ്യമല്ല, ഇത് അവൻ്റെതാണ്. അപ്പോൾ വചനം മാത്രം അടിസ്ഥാനമായിരിക്കണം എന്നുള്ളതിന് ആധാരമായി പൗലോസ് ഉപയോഗിക്കുന്ന 3 വിവരണങ്ങളാണ് നാം കണ്ടത്. അപ്പോൾ വചനത്തിൻ്റെ പ്രാധാന്യം അത് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. വചനം വിട്ടുള്ള ഒന്നും നമുക്ക് സാധ്യമല്ല. സഭാകാര്യം മാത്രമല്ല, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നാം വചനത്തിന് നമ്മെ തന്നെ നൽകിയവരാണ്. ഇത് നാം എപ്പോഴും ഓർക്കേണ്ടത് ഏറെ ആവശ്യമാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ രണ്ടാമത്തെ സെഷനിൽ 16-ാം വാക്യമാണ് നാം ശ്രദ്ധിക്കുവാനായിട്ട് പോകുന്നത്. 16-ാം വാക്യം നമുക്ക് വായിക്കാം വീണ്ടും. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാംവണ്ണം വലിയതാകും. എന്താ പൗലോസ് പെട്ടെന്ന് വേറൊരു വിഷയത്തിലേക്ക് പോകുന്നത്? 14-15 വാക്യങ്ങളിൽ വചനത്തിൻ്റെ പ്രാധാന്യമാണ് നാം കണ്ടത്. ഇപ്പോൾ 16-ാം വാക്യത്തിൽ 14-15 വാക്യങ്ങളിൽ വചനത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞെങ്കിൽ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് താൻ വേറൊരു വിഷയത്തിലേക്ക് പോകാൻ. എന്താ വിഷയം? ദൈവഭക്തി. 16-ാം വാക്യത്തിൻ്റെ അവസാനം നമ്മൾ കാണുന്നുണ്ട്. എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകും. ദൈവഭക്തിയുടെ മർമ്മം അല്ലെങ്കിൽ ദൈവഭക്തി. നാം ഇത് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്ന ഒന്ന്, ഇത് വേറൊരു വിഷയത്തിലേക്ക് പോവുകയല്ല, മുൻപ് പറഞ്ഞതിനോടനുബന്ധമായിട്ടുള്ളൊരു വിഷയം തന്നെയായിരുന്നു. ദൈവവചനവും ദൈവഭക്തിയും വളരെ ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നീട് നാം ഇത് വിശദീകരിക്കുന്നതാണ്. ഒന്നൊന്നിനെ ഉളവാക്കുന്നതാണ്. ഒന്ന് കാര്യവും മറ്റത് അതിൻ്റെ കാരണവുമാണ്. കോസ് ആൻഡ് എഫക്റ്റ്. നാം വചനത്തിൻ്റെ പ്രാധാന്യം കാണുകയുണ്ടായി. വചനത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഉളവാകുന്നതാണ് എന്ത്? ദൈവഭക്തി.
അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് ഈ ലേഖനത്തിൻ്റെ മധ്യഭാഗത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. മറ്റൊന്ന് നാം ഓർക്കേണ്ടത്, ഈ ആദ്യത്തെ 3 അധ്യായങ്ങൾ നാം നോക്കിയാൽ വചനത്തിൻ്റെ കാര്യമാണ് പ്രധാനമായിട്ട് പൗലോസിന് ഭാരമായിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉപദേശം, അതോടുള്ള ബന്ധത്തിലാണ് സഭയുടെ യോഗങ്ങൾ എങ്ങനെയായിരിക്കണമെന്നും നേതൃത്വം എങ്ങനെയായിരിക്കണമെന്നും ശുശ്രൂഷ എങ്ങനെയായിരിക്കണമെന്നും ഒക്കെ പറയുന്നത് വചനമാണ് തനിക്ക് അവിടെ ഭാരമായിരിക്കുന്നത്. ആദ്യത്തെ 3 അധ്യായങ്ങൾ 4 തൊട്ട് നാം തുറന്ന് വായിക്കുമ്പോൾ അനേക കാര്യങ്ങൾ പറയുന്നുവെങ്കിലും ദൈവഭക്തിയെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനിയുള്ളത് ദൈവഭക്തിയിലാണ് താൻ പ്രധാനമായിട്ടും ഊന്നുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗത്തിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് 14-15 വാക്യങ്ങൾ വേണമെങ്കിൽ എടുക്കാം. 16-ാം വാക്യം ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷനായിട്ടും ഇരിക്കുന്നു. അപ്പോൾ ആദ്യത്തേതും രണ്ടാമത്തേതും വളരെ ബന്ധമുള്ളതാണ്. വചനവും ദൈവഭക്തിയും. വചനം ദൈവഭക്തി ഉളവാകും. ഒരു വചനം പഠിക്കുമ്പോൾ, ലേഖനമോ എന്ത് ഭാഗമാണെങ്കിലും പഠിക്കുമ്പോൾ അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുന്നത് വളരെ യുക്തിയാണ്. അവിടെയാണ് വചനത്തിൻ്റെ മനോഹാരിത നാം മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും ചേർത്ത് പഠിക്കുക. പിന്നെ വചനം, പരിശുദ്ധാത്മാവ് എങ്ങനെ കാര്യങ്ങൾ നമ്മുടെ മുൻപാകെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോഴാണ് വചനത്തോടുള്ള സ്നേഹം ഉളവാകുക. വചനത്തോടുള്ള സ്നേഹം ഉളവാകുമ്പോഴാണ് ദൈവഭയത്തിൽ നടക്കുവാൻ അത് മുഖാന്തരമാകും. നമ്മുടെയൊക്കെ മലയാളം ബൈബിളിൽ 16-ാം വാക്യം ഒരു കവിത പോലാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിലും ചിലയിടത്ത് നാം അങ്ങനെ കാണും, എല്ലാ വേർഷനിലും കാണാൻ സാധ്യമല്ല. മലയാളത്തിൽ എല്ലാ ബൈബിളിലും അങ്ങനെയാണല്ലോ അല്ലേ? എല്ലാ ബൈബിളിലും ഒരു 6 ലൈനുള്ള ഒരു കവിതയായിട്ടാണ് നാം കാണുന്നത്. അത് അങ്ങനെ തന്നെയാണ് വരേണ്ടത്. ഈ ഭാഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദിമസഭയുടെ ക്രീഡൽ കൺഫെഷൻസ് അല്ലെങ്കിൽ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നുള്ള ഉദ്ധരണിയാണ് എന്നാണ്. വിശദീകരിക്കാം. പുതിയ നിയമം നാം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് പൗലോസിൻ്റെ എഴുത്തുകൾ നാം വായിക്കുമ്പോൾ ഉദ്ധരണികൾ പലതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉദ്ധരണി എന്ന് പലപ്പോഴും തന്നെ പറയുകയില്ലായിരിക്കാം, എന്നാൽ അന്ന് ദൈവജനത്തിൻ്റെ മധ്യേ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളിൽ നിന്നുള്ള ഉദ്ധരണിയാണത് എന്ന് വേദപണ്ഡിതാക്കൾ മനസ്സിലാക്കുന്നു. ഉദാഹരണത്തിന് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ ക്രിസ്തുവിലുള്ള ആ സ്വഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ താഴ്ചയെയും ഉയർച്ചയെയും കുറിച്ചൊക്കെ പറയുന്നതും യേശു ക്രിസ്തു കർത്താവെന്ന് സകലവും പറയുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ആ ഭാഗം അക്കാലത്ത് ദൈവജനം പറഞ്ഞിരുന്ന പ്രസ്താവിച്ചിരുന്ന ചില കാര്യങ്ങളിൽ നിന്നും ഉള്ള ഉദ്ധരണിയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ ലേഖനത്തിലേക്ക് തന്നെ വരുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നോക്കുക. അധ്യക്ഷസ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു എന്ന് വെച്ചാൽ അങ്ങനെ പറയുന്നത് വിശ്വാസയോഗ്യമാണ്. അപ്പോൾ അതും ഒരു ഉദ്ധരണിയാണ്. 5 ഈ ഇടയലേഖനങ്ങളിൽ അങ്ങനെയുള്ള ഉദ്ധരണി നാം കാണുന്നുണ്ട്. എന്നുള്ളത് വിശ്വാസയോഗ്യമാണ്. ഈ നാം ചിന്തിക്കുന്ന ഈ ഭാഗത്ത് 16-ാം വാക്യത്തിൽ വിശ്വാസയോഗ്യം എന്നുള്ള പ്രയോഗം നാം കാണുന്നില്ല. എന്നാൽ ഈ എഴുതിയിരിക്കുന്നത് നോക്കിയാൽ തന്നെ അന്നുണ്ടായിരുന്ന ചില പാട്ടുകളായിരിക്കാം, കവിതകളായിരിക്കാം, പ്രസ്താവനകളായിരിക്കാം, ദൈവജനത്തിൻ്റെ മധ്യേ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളിൽ നിന്നുള്ള ഉദ്ധരണിയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്പം കൂടി വിശദീകരിക്കാം. ആ കാലങ്ങളിൽ നമുക്കുള്ളതുപോലെ ബൈബിളുകൾ ദൈവജനത്തിൻ്റെ കയ്യിലില്ലായിരുന്നു. ഇന്ന് നമ്മളെല്ലാവരും വേദോത്സവമായിട്ടാണ് വരുന്നത്. നമ്മുടെ വീട്ടിൽ വന്നാൽ ഒത്തിരി വേദോത്സവം വീട്ടിൽ കാണും ഓരോരുത്തർക്ക്. എന്നാൽ അന്നുള്ള ജനത്തിന് ഈ ഭാഗ്യമുണ്ടായിരുന്നില്ല. പ്രിൻറ്റിങ് ഇല്ലായിരുന്നു, ഇതുപോലുള്ള പേപ്പർ ഇല്ലായിരുന്നു. അത് മാത്രമല്ല, ആ ദൈവവചനം, ആ സ്ക്രോൾ, പാർച്ച്മെൻറ്റ് ഇവയിലൊക്കെ എഴുതിയിരുന്നത് സ്വന്തമാക്കണമെങ്കിൽ വലിയ വില കൊടുത്തേ വെക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒന്നും കയ്യിൽ ആ വചനം കൊണ്ടുവരുവാൻ സാധ്യമല്ല. ചിലർ കാണുമായിരിക്കും ഒരു പുസ്തകമോ 2 പുസ്തകമോ. പുസ്തകം എന്ന് പറയുമ്പോൾ 66 പുസ്തകമല്ല, പിന്നെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, ഒരു ലേഖനമോ 2 ലേഖനമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമോ ഒക്കെ ഉള്ളവർ. അങ്ങനെയുള്ളവർ അവർ കൊണ്ടുവരും, വായിക്കും, കേൾപ്പിക്കും. അങ്ങനെയൊക്കെ മാത്രമേ ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഒരാൾ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ നോട്ട് എഴുതിയെടുക്കാനുള്ള
സൗകര്യമില്ലായിരുന്നു. ഇപ്പോൾ നമുക്കൊരു പ്രസംഗമോ ക്ലാസ്സുകളോ ഒക്കെ അറ്റൻഡ് ചെയ്താൽ നോട്ട് കുറിക്കാം. ആ നോട്ട് വർഷങ്ങൾ കയ്യിലിരിക്കും. പേനയുണ്ട്, പേപ്പറുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ആ കാലത്ത് ഇതൊന്നുമില്ലായിരുന്നു. അപ്പോൾ അന്ന് ജനങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ആ വേദപുസ്തകം പഠിപ്പിക്കുന്നവർ, വചനം പഠിപ്പിക്കുന്നവർ ചെയ്തിരുന്നത്, അവർ പഠിപ്പിക്കുന്ന വിഷയത്തിൻ്റെ ഒരു ചുരുക്കം കവിതാ രൂപത്തിലാക്കി ജനങ്ങളെ മനഃപ്പാഠം പഠിപ്പിക്കുമായിരുന്നു. ഇന്നില്ലാത്ത ഒരു ഗുണം അന്നുള്ളത് അന്ന് മനുഷ്യർക്ക് ഓർമ്മശക്തി കൂടുതലുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഓർമ്മശക്തി വളരെ കുറവാണ്. കാരണം അത് നമ്മൾ വളരെ ഉപയോഗിക്കാറില്ല. എല്ലാം മൊബൈലിലുണ്ടല്ലോ. എത്ര ഫോൺ നമ്പർ അറിയാൻ കാണാതെ? മിക്കവാറും നമ്മുടേത് മാത്രമേ നമുക്ക് അറിയുള്ളൂ, മറ്റാരുടെയും അറിയില്ല. പിന്നെ മൊബൈലുണ്ട്, അവിടെ ഞെക്കിയാൽ എല്ലാം കിട്ടും. അവിടെ കിട്ടുമെങ്കിൽ പിന്നെ ഇവിടെ വെക്കേണ്ട കാര്യമില്ല. എന്നാൽ അക്കാലത്ത് മറ്റെങ്ങും കിട്ടുകയില്ല. അതുകൊണ്ടെല്ലാം ആ തലയിൽ വെക്കുമായിരുന്നു. അതുകൊണ്ട് ഓർമ്മശക്തി കൂടുതലായിരുന്നു. അപ്പോൾ ആ ജനങ്ങൾക്ക് അവർ ആ ഒരു കവിത രൂപത്തിൽ പഠിപ്പിച്ച കാര്യങ്ങൾ, ആ രത്ന ചുരുക്കം അവർക്ക് കവിതാ രൂപത്തിൽ നൽകും. ജനങ്ങളത് മനഃപ്പാഠമാക്കും. അങ്ങനെ മനഃപ്പാഠമാക്കിയ ആ കവിതകൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ ആ ആദിമ സഭയുടെ വിശ്വാസ പ്രമാണമായി അല്ലെങ്കിൽ ക്രീഡൽ കൺഫെഷനായി തീർന്നു. ഉദാഹരണത്തിന് ഈ വാക്യങ്ങൾ ഇത് തന്നെ നോക്കുക. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അങ്ങനെ 6-ാമത്തെ വരി തേജസ്സിൽ എടുക്കപ്പെട്ടു. അല്ലെങ്കിൽ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ ബേത്ലഹേം, കർത്താവിൻ്റെ ജനനം. തേജസ്സിൽ എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒലിവുമല, അല്ലേ, കർത്താവിൻ്റെ സ്വർഗാരോഹണം. അപ്പോൾ ജനനം മുതൽ സ്വർഗാരോഹണം വരെ അല്ലെങ്കിൽ ക്രിസ്തു ഭൂമിയിൽ ജീവിച്ച ജീവിതം, അതാണ് ഈ 6 വരികളിൽ നാം കാണുന്നത്. ആ കർത്താവിൻ്റെ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് ആരെങ്കിലും ജനത്തെ പഠിപ്പിച്ചിട്ടുണ്ടാകും? യേശുവിൻ്റെ ഭൂമിയിലെ ജീവിതം പഠിപ്പിച്ചതിന് ശേഷം അത് ഓർത്തിരിക്കുവാൻ, ക്രമത്തിൽ ഓർത്തിരിക്കുവാൻ അതിലെ പ്രധാന പോയിന്റുകൾ ഈ 6 വരികളിലാക്കി ഒരു കവിതാ രൂപത്തിൽ ജനത്തിന് നൽകിയതായിരിക്കാം. ഇപ്പോൾ പൗലോസ് ഇത് എഴുതുമ്പോൾ അതിൽ നിന്നും ഉദ്ധരിക്കുക. ഇതാണ് ആ പഴയ ആദ്യ സഭയുടെ, ഏർലി ചർച്ചിൻ്റെ ക്രീഡൽ കൺഫെഷൻസ് അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം എന്ന് സാധാരണ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ധരണിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള പല ഭാഗങ്ങൾ പുതിയ നിയമത്തിൽ, പ്രത്യേകിച്ച് പൗലോസിൻ്റെ എഴുത്തുകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഇവിടെ നാം കാണുന്നത് ദൈവഭക്തിയുടെ മർമ്മം എന്നാണ്. എന്താണ് മർമ്മം എന്ന് പറഞ്ഞാൽ അർത്ഥം? മർമ്മം, മലയാളത്തിൽ മർമ്മം എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്, നമുക്കറിയാം. ഒരർത്ഥം നാം സാധാരണ പറയാറുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്, അറിയാത്തത്, മർമ്മം, മർമ്മമായിരിക്കുന്നു. ശരീരത്തിന് മർമ്മങ്ങളുണ്ട്, അല്ലേ? ഇങ്ങനെ പല നിലകളിൽ നാം ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മർമ്മമെന്ന വാക്കിനർത്ഥം അല്പ വ്യത്യസ്തമായിട്ടുള്ളതാണ്. മറഞ്ഞിരിക്കുന്നത് എന്നല്ല, പിന്നെ ഒരു കാലത്ത് മറഞ്ഞിരുന്നത് ഇന്ന് വെളിപ്പെട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ വിവരണം അല്ലെങ്കിൽ ആ നിർവചനം എഫേസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. എഫേസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. ആ മർമ്മം, ഒരു പ്രത്യേക മർമ്മത്തെക്കുറിച്ച് പൗലോസ് പറയാതെ നാം ശ്രദ്ധിക്കുവാനായിട്ട് ആവശ്യമില്ല. ആ മർമ്മം. എന്നിട്ട് അതിപ്പോഴും മറിഞ്ഞിരിക്കുന്നതെന്നല്ല പറയുന്നത്, പിന്നെ പൂർവ്വകാലങ്ങളിൽ മറിഞ്ഞിരുന്നത്. അവിടെ പൂർവ്വകാലം എന്ന് പറയുമ്പോൾ പഴയ നിയമകാലം. ആ പഴയ നിയമകാലത്ത് മറിഞ്ഞിരുന്നത് ഇപ്പോഴോ അപ്പോസ്തലന്മാർ മുഖാന്തരം, പ്രവാചകന്മാർ മുഖാന്തരം വെളിപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ മറിഞ്ഞിരിക്കുന്നതല്ല. അപ്പോൾ പുതിയ നിയമ മർമ്മങ്ങൾ ആ നിലയിലാണ് നാം മനസ്സിലാക്കേണ്ടത്. പഴയ നിയമകാലത്ത് മറിഞ്ഞിരുന്നത്, ഒരു കാലത്ത് മറിഞ്ഞിരുന്നത്, എന്നാൽ ഇപ്പോൾ നമുക്ക് വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നത്, അതാണ് പുതിയ നിയമ മർമ്മം. അങ്ങനെ പല മർമ്മങ്ങൾ തിരുവചനത്തിൽ കാണാൻ സാധിക്കും. അതിലൊന്നാണിത്, ദൈവഭക്തിയുടെ മർമ്മം. എന്താ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ അർത്ഥം? ദൈവഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഗോഡ്ലിനെസ്,
ഗോഡ്ലിനെസ്, ഫിയർ ഓഫ് ഗോഡ്, ഇതൊക്കെ ബന്ധമുള്ള വാക്കുകളാണ്. യഹോഭക്തി, ദൈവഭക്തി തുടങ്ങിയുള്ള വാക്കുകളൊക്കെ. എന്താ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ അർത്ഥം? ഗോഡ്ലിനെസ്. രണ്ടർത്ഥങ്ങൾ ഈ വാക്കുകൾക്ക് ഉള്ളതാണ്. ഒന്ന്, ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം, ഭക്തിയുടെ മനോഭാവം. രണ്ട്, ദൈവ സ്വഭാവം നമ്മിൽ വർദ്ധിക്കുന്നത്. ഗോഡ്ലിനെസ് ഈസ് ഗോഡ് ലൈക്നെസ് എന്ന് നാം പറയും. ഗോഡ് ലൈക്നെസ് ഈസ് ക്രൈസ്റ്റ് ലൈക്നെസ്. ക്രിസ്തുവിൻ്റെ സ്വഭാവം, ദൈവ സ്വഭാവം നമ്മിൽ, അതിനെയും ഗോഡ്ലിനെസ് എന്ന് വിളിക്കാറുണ്ട്. ഈ രണ്ടർത്ഥങ്ങളും ഈ വാക്കിനുണ്ട്. ഒന്ന്, ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം, സ്നേഹത്തിൻ്റെ, ഭക്തിയുടെ, ഭയത്തിൻ്റെ ആ മനോഭാവം. ആ അർത്ഥത്തിൽ പഴയ നിയമത്തിലുമൊക്കെ പലയിടത്തും നാം കാണുന്നുണ്ട്. ഇന്ന് ദൈവഭക്തി കുറയുന്നു എന്ന് പറയുമ്പോൾ നാം സാധാരണ ആ അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇടയലേഖനങ്ങളിൽ ദൈവഭക്തി, ഭക്തി തുടങ്ങിയുള്ള പ്രയോഗം പല പ്രാവശ്യം വരുന്നത് നമുക്ക് ദൈവത്തോടുള്ള മനോഭാവത്തെക്കുറിച്ചല്ല, പിന്നെ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മിൽ എന്നുള്ള അർത്ഥത്തിലാണ്. ഗോഡ്സ് ക്യാരക്ടർ ഇൻ അസ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം വിശ്വാസികളിൽ ഉണ്ടാവണം. ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവം നാം കാണുന്നത് പുത്രനിലാണ്. അപ്പോൾ പുത്രൻ്റെ സ്വഭാവം നമ്മിൽ, ആ അവസ്ഥയാണ് ഗോഡ്ലിനെസ് എന്ന് വിളിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഗോഡ്ലിനെസ് ഈസ് ഗോഡ് ലൈക്നെസ്, ഗോഡ് ലൈക്നെസ് ഈസ് ക്രൈസ്റ്റ് ലൈക്നെസ്. ക്രിസ്തുവിനോടുള്ള അനുരൂപ്യമാണ്. അവൻ്റെ സ്വഭാവം നമ്മിൽ ഉളവാകണം. അപ്പോൾ ദൈവഭക്തി എന്നിവിടെ പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം, അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മർമ്മം എന്ന് പറയുമ്പോൾ, മർമ്മം അതിൻ്റെ അർത്ഥം ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ദൈവ സ്വഭാവത്തിൻ്റെ വെളിപ്പാട്, ദൈവ സ്വഭാവത്തിൻ്റെ വെളിപ്പാട് നാം ഇവിടെ കാണുന്നു. അതാണ് ആദ്യത്തെ 6 വാക്യങ്ങൾ. എന്താണ് ആദ്യത്തെ 6 വാക്യങ്ങൾ? യേശു ക്രിസ്തുവിൽ ഭൂമി ജീവിച്ച തൻ്റെ ജീവിതം. ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് കാണണമോ? ക്രിസ്തു ഭൂമിയിൽ ജീവിച്ച ക്രിസ്തുവിങ്കിലേക്ക് നോക്കുക. അതാണ് അതിൻ്റെ അർത്ഥം. ആ 6 വരികളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഒന്നാമത്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അത് മനുഷ്യനായി ഭൂമിയിൽ വന്ന കാര്യത്തെ അത് ഓർപ്പിക്കുന്നതാണ്, ജഡാവതാരം. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. രണ്ടാമത്, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. എന്താ അതിൻ്റെ അർത്ഥം? ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. കർത്താവിന് നീതീകരണമൊക്കെ വേണമായിരുന്നു. എന്താ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ? പരിശുദ്ധാത്മാവ് മുഖാന്തരം താൻ ചെയ്ത ക്രിയകളിലേക്ക് അത് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. അവൻ പഠിപ്പിച്ചു, അവൻ പ്രവർത്തിച്ചു, ആത്മാവിൻ്റെ ശക്തിയാൽ. ആ ആത്മാവിൻ്റെ ശക്തിയായുള്ള ആ പ്രവർത്തനങ്ങൾ ക്രിസ്തു എന്തായിരുന്നുവോ അതിനെ വെളിപ്പെടുത്തുന്നതായിരുന്നു. മനുഷ്യരുടെ മുൻപാകെ അപ്രൂവലിന്, അക്സെപ്റ്റൻസിന് അത് മുഖാന്തരമാകുന്നതായിരുന്നു. അതാണ് ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ടു എന്നുള്ള പ്രയോഗം അർത്ഥമാക്കുന്നത്. കർത്താവിൻ്റെ ശുശ്രൂഷകളെ അത് കാണിക്കുന്നത്. 3, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൂതന്മാരുടെ ശുശ്രൂഷ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം പലയിടത്തും നാം കാണുന്നു. കർത്താവ് ജനനത്തിൽ നാം കാണുന്നു, പരീക്ഷ സമയത്ത് നാം കാണുന്നു, ഗത്സമനയിൽ നാം കാണുന്നു. അപ്പോൾ ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. പിന്നെ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തിയിലെ കാര്യമല്ല, കർത്താവ് ഭൂമിയിലായിരുന്ന കാലത്തെ കുറിച്ചാണ് കാണുന്നത്. ഗലീലയെ ജാതികളുടെ ഗലീല എന്നുള്ള പ്രയോഗം നാം കാണുന്നു. അതുകൂടാതെ കർത്താവ് സോർ, സീദോൻ തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ പോകുന്നത് നാം കാണുന്നു. യവനന്മാർ കർത്താവിനെ വന്ന് കേൾക്കുന്നത് നാം കാണുന്നു. അതെല്ലാം കുറിക്കുന്നതാവാം ഇത്. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, പിന്നെ ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, ഒടുവിൽ തേജസ്സിൽ എടുക്കപ്പെട്ടു. ഈ 6 വരികൾ ബേത്ലഹേം മുതൽ ഒലിവ് മല വരെയുള്ള കർത്താവിൻ്റെ ജീവിതത്തെ കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ സുവിശേഷങ്ങളിൽ നാം കാണുന്ന കർത്താവ്. ദൈവഭക്തി അല്ലെങ്കിൽ ദൈവ സ്വഭാവം ദർശിക്കണമോ? ഭൂമിയിൽ ജീവിച്ച കർത്താവിലേക്ക് നോക്കുക. അവനാണ് ദൈവഭക്തിയുടെ മർമ്മം, ദൈവഭക്തി സംബന്ധിച്ച് വെളിപ്പെടുത്തപ്പെട്ട സത്യം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ?
ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പിന്നീട് ഇനി പറയാൻ പോകുന്നതും ഇതുമായിട്ട് വലിയ ബന്ധം തോന്നുമില്ല. എന്താ ഞാൻ പറഞ്ഞത്? ദൈവഭക്തിയുടെ മർമ്മം. മർമ്മം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. എന്താ മർമ്മം? ഒരു കാലത്ത് മറഞ്ഞിരുന്നത് ഇപ്പോൾ വെളിപ്പെട്ട് ലഭിച്ചത്. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദൈവിക സ്വഭാവം. ദൈവിക സ്വഭാവം. അപ്പോൾ ദൈവിക സ്വഭാവത്തിൻ്റെ വെളിപ്പാട് ഇവിടെ നാം കാണുന്നു. ദൈവിക സ്വഭാവത്തിൻ്റെ, അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പോലെ ദൈവഭക്തിയുടെ മർമ്മം, അത് ദൈവിക സ്വഭാവത്തിൻ്റെ വെളിപ്പാടാണെന്നുള്ളത് ഞാൻ വിശദീകരിച്ചു. അതെവിടെ നാം കാണുന്നു? ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ എന്ന് പറയുമ്പോൾ ഈ ഭൂമിമേൽ ജീവിച്ച ക്രിസ്തുവിൽ. അതാണ് ആ 6 വരികൾ പറയുന്നത്. എവിടം തൊട്ട് എവിടം വരെ? ബേത്ലഹേം മുതൽ ആ ഒലിവുമല വരെ. അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിച്ച ക്രിസ്തുവിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ വെളിപ്പാട് നാം കാണുന്നു. അതാണ് പൗലോസ് പറയുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവം അവനിൽ നാം കാണുന്നു. താനിതിവിടെ അവതരിപ്പിക്കുന്നത്, ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത്, തുടർന്ന് ആ സ്വഭാവം നമ്മിൽ ഉണ്ടായി വരണമെന്നുള്ള കാര്യം പറയുന്നതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള നിലയിലാണ്, ഒരു മുഖവരിയായി താനിതിവിടെ പറയുകയാണ്. ഇനി 4-ാം അധ്യായം തൊട്ട് നാം വായിക്കുമ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവഭക്തിയുടെ പരാമർശം പലയിടത്തും നാം കാണുന്നുണ്ട്. ചിലത് നാം നോക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷനായിട്ടാണ് ഈ കാര്യം ഇവിടെ പറയുന്നത്. ദൈവത്തെ കാണണമോ, ദൈവ സ്വഭാവം എന്തെന്ന് മനസ്സിലാകണമോ, ക്രിസ്തുവിലേക്ക് നോക്കുക. അവനാണ് ദൈവഭക്തിയുടെ മർമ്മം, അല്ലെങ്കിൽ അവനിലാണ് ദൈവഭക്തിയുടെ മർമ്മം, ദൈവിക സ്വഭാവങ്ങളുടെ വെളിപ്പാട്. ഇനിയും ഈ അധ്യായങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ ഈ ദൈവഭക്തി സംബന്ധിച്ച് നമ്മിൽ ഇത് ഉളവാകണമെന്നുള്ള കാര്യമാണ് താനത് പറയുന്നത്. അതിലേക്ക് നാം വരാം. എന്നാൽ അതിൻ്റെ ഉപയോഗം താൻ ചില പ്രസ്താവനകളിലൂടെ പറയുന്നത് നാം കാണുന്നുണ്ട്. അത് വിശദീകരിക്കാതെ ഒന്ന് ഓർപ്പിക്കാം. 4-ാം അധ്യായം 8-ാം വാക്യം നോക്കുക. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാക്തമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. ദൈവഭക്തി പ്രയോജനകരമാകുന്നു എന്നുള്ളതാണ് ഇവിടെ നാം പറയുന്നത്. താൻ ശരീരാഭ്യാസത്തെക്കുറിച്ച് പറയുന്നു. അത് പ്രയോജനമുള്ളതാ. എന്നാൽ അത് ഇന്നത്തെ ജീവിതത്തിന് മാത്രം പ്രയോജനമുള്ളതാണ്. ഇപ്പോൾ ആരോഗ്യമായിട്ടൊക്കെ ജീവിക്കാൻ സാധിക്കും. എന്നാൽ ദൈവഭക്തി എന്താ? ദൈവഭക്തി ദൈവിക സ്വഭാവം നമ്മിൽ. 3:16 ദൈവിക സ്വഭാവം ക്രിസ്തുവിൽ എന്നുള്ളത് പൗലോസ് വിരൽ ചൂണ്ടി. ഇപ്പോൾ താൻ പറയുന്നത് ആ സ്വഭാവം നമ്മിൽ വരണമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ താൻ പറയുന്നത് ഇത് പ്രയോജനമുള്ളതാണ്, ഇത് പ്രയോജനമുള്ളതാണ്. നല്ല ആരോഗ്യമായിട്ടൊക്കെ ഇരുന്നാൽ ഈ ലോകത്തിലെ ജീവിതത്തിന് പ്രയോജനമുള്ളതാ. എന്നാൽ ഈ സ്വഭാവം നമ്മിലുണ്ടായി വളരുന്നുവെങ്കിൽ ഇവിടെ മാത്രമല്ല, പിന്നെ വരാനുള്ളതിനും പ്രയോജനമുള്ളതാ. ഇനി മറ്റൊരു പ്രയോഗം നോക്കുക. 6-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു. ഇറ്റ്സ് ഗ്രേറ്റ് ഗെയിൻ. അത് ആദായമാകുന്നു. ദൈവഭക്തി വീണ്ടും ഓർക്കുക, അത് ദൈവിക സ്വഭാവം നമ്മിൽ എന്നുള്ളതാണ്. അത് ആദായമാകുന്നു, അതൊരു ഗെയിനാണ്. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ സകലവും ഛേദമെന്നെണ്ണി ക്രിസ്തുവിനെ നേടേണ്ടതിനായി എന്ന് പറയുമ്പോൾ അവൻ്റെ സ്വഭാവം തന്നിൽ ആർജിക്കുവാൻ അവനെ പിന്തുടരുന്ന കാര്യം പറയുന്നതായി നാം കാണുന്നത്. മറ്റെന്തിനേക്കാളും അധികം ആദായം ദൈവഭക്തി, ദൈവ സ്വഭാവം നമ്മിൽ ഉണ്ടായി വരിക എന്നുള്ളതാണ്. പ്രയോജനമുള്ളതാണ്, ആദായമുള്ളതാണ്. 2 തിമോത്തിയോസിലേക്ക് വരാം. 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം നോക്കുക. 3:5. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായി. അവിടെ നോക്കുക, ഇത് അന്ത്യകാലത്തുള്ള മനുഷ്യരുടെ കാര്യമൊക്കെ ഇവിടെ പറയുന്നത്. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. ഇവിടെ ഭക്തിക്ക് ശക്തിയുണ്ട്, ഭക്തിക്ക് പ്രയോജനമുണ്ട്, ഭക്തി ആദായകരമാകുന്നു. ഇവിടെ ഭക്തിക്ക് ശക്തിയുണ്ട്. എന്താ ഭക്തിയുടെ ശക്തി? എന്തിനുള്ള ശക്തിയാ? മറ്റുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനുള്ള ശക്തി, ദൈവിക സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ
സാധ്യമായി തീരും. അതിനുള്ള ശക്തി. അതല്പം വിശദീകരിക്കാനായിട്ട് ആ 6 വാക്യങ്ങളിലേക്കൊന്ന് മടങ്ങി വരാം. കർത്താവിൻ്റെ ജീവിതത്തെ വർണ്ണിക്കുന്ന 6 വാക്യങ്ങളിലേക്ക് മടങ്ങി വരാം. 3:16. ഈ 6 വരികൾ നാം നോക്കിയാൽ 2 വരികളുള്ള 3 ഭാഗമായി നമുക്ക് ഇതിനെ തിരിക്കാവുന്നതാണ്. ആദ്യത്തെ 2 ഒന്നിച്ചു പോകുന്നു, പിന്നത്തെ 2 ഒന്നിച്ചു പോകുന്നു, ഒടുവിലത്തെ 2 ഒന്നിച്ചു പോകുന്നു. ആദ്യത്തെ 2 ഒന്ന് നോക്കുക. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. ആദ്യത്തെ വരിയിലെ പ്രധാന വാക്ക് ജഡം, ജഡത്തിൽ. രണ്ടാമത്തെ വരിയിലെ പ്രധാന വാക്ക് ആത്മാവിൽ, ആത്മാവ്. ജഡം, ആത്മാവ്. ഇനി 3-4 വരികൾ നോക്കുക. ദൂതന്മാർക്ക് പ്രത്യക്ഷമായി, ദൂതന്മാർ. അടുത്ത വരി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ജാതികൾ. ദൂതന്മാരും ജാതികളും. ഒടുവിലത്തെ 2 വരികൾ നോക്കുക. ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, ലോകം. ഒടുവിലത്തെ വരി എന്താ? തേജസ്സിൽ എടുക്കപ്പെട്ടു, തേജസ്. ഈ 6 വരികൾ 3 ഭാഗമായി തിരിച്ചു. ഓരോ ഭാഗത്തും ഈ 2 വരികൾ. ആ വരികൾ, ഈ 2 വരികൾ നോക്കിയാൽ അതിൽ നിന്നും പ്രധാനപ്പെട്ട വാക്കുകൾ എടുത്താൽ അതിൽ ഒരു വാക്ക് ലോകത്തോട്, ഭൗമിക കാര്യങ്ങളോട് ബന്ധപ്പെട്ടതും മറ്റേ വാക്ക് ആത്മികം, സ്വർഗീയമായിട്ടുള്ള കാര്യത്തോട് ബന്ധപ്പെട്ടതുമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഭക്തിക്ക് ശക്തിയുണ്ട് എന്നുള്ളത് ഞാൻ വിശദീകരിക്കുക. ശക്തി എന്ന് പറയുന്നത് മറ്റുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനുള്ള ശക്തി. അത് ഈ 6 വരികൾ കർത്താവിൻ്റെ ജീവിതത്തെ കാണിക്കുന്നതാണ്. അപ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിൽ അതെങ്ങനെ സാധ്യമാകുന്നു എന്നുള്ള കാര്യം വിശദീകരിക്കുവാൻ ഞാൻ കൊണ്ടുവരുന്ന കാര്യമാണ്. ഈ ഓരോ ഈരടികളിലും, ഈരടി എന്ന് പറയുമല്ലോ അല്ലേ, ആ പെയർ ഓഫ് ലൈൻസ്, അതിലും ഒരു വാക്ക് ഭൗമിക കാര്യത്തെയും ഒരു വാക്ക് ആത്മികം, ആ സ്വർഗീയ കാര്യത്തെയും കാണിക്കുന്നതാണ്. ആദ്യത്തെ വരികളിൽ നാം കണ്ട വാക്ക് ഒന്ന് ജഡം, ഭൗതികം. മറ്റത് ആത്മാവ്, ആത്മികം. ഇനിയും അടുത്ത 2 വരികളിൽ നാം കണ്ടത് ഒന്ന്, നിങ്ങൾ പറഞ്ഞാട്ട് മനസ്സിലാവുന്നുവെന്ന് മനസ്സിലാവുമല്ലോ എനിക്ക്, ദൂതന്മാർ. ആത്മീയമോ ലൗകികമോ? ആത്മികം. അടുത്ത വാക്ക് ജാതികൾ. ആത്മീയമോ ലൗകികമോ? ലൗകികം. ഇനി ഒടുവിലത്തെ 2 വാക്കുകൾ പറഞ്ഞാട്ട് ലോകം, അത് ലൗകികം. മറ്റത് തേജസ്, അത് ആത്മികം. ഇവിടെ നാം നോക്കിയാൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം വിശദീകരിക്കുന്ന ഈ പദ്യശകലത്തിൽ ആ നിലയിൽ നാം നോക്കിയാൽ ആത്മികത്തെയും ലോകത്തെയും തമ്മിൽ, അല്ലെങ്കിൽ സ്വർഗത്തെയും ലോകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയായി യേശുവിൻ്റെ ജീവിതത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പറഞ്ഞ് മനസ്സിലായോ? കണക്ക് ക്ലാസ്സിലിരിക്കുന്ന ഒരു പ്രതീതി ഉണ്ടെന്ന് തോന്നില്ലേ? ഈ ഈരടികൾ നാം നോക്കിയാൽ ഒരിടത്ത് ആത്മീകത്തെ കാണിക്കുന്ന വാക്ക്, മറ്റത് ലൗകികത്തെ കാണിക്കുന്ന വാക്ക്. ക്രിസ്തുവിൻ്റെ ജീവിതം നോക്കിയാൽ അത് തന്നെയാ. ഇവയെ രണ്ടും ആ ജീവിതം ബന്ധിപ്പിക്കുന്നു. ഇവയെ രണ്ടും ആ ജീവിതം ബന്ധിപ്പിക്കുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ വഴി. വഴി എന്ന് പറഞ്ഞാൽ 2 സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. നാം രാവിലെ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം നാം ശ്രദ്ധിക്കുകയുണ്ടായി. അവിടെ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അത് ഭൂമിയെയും സ്വർഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിരുന്നു. യോഹന്നാൻ 1:51 കർത്താവ് നഥനയേലിനോട് പറയുന്ന വാക്കുകൾ നാം കാണുന്നുണ്ട്. നീ കാണും. എന്ത് കാണും? ദൈവത്തിൻ്റെ ദൂതന്മാർ മനുഷ്യപുത്രന്റെ മേൽ പറഞ്ഞാട്ട് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണും. താൻ ആ വഴിയാണ്, താൻ ആ കോവണിയാണ്, താൻ പിതാവിനെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ സ്വർഗത്തെയും ലോകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ആ ജീവിതം, ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നാമും മറ്റുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള മുഖാന്തരമായി തീരും. അതാണ് ഭക്തിയുടെ ശക്തി.
ഭക്തിയുടെ ഉപയോഗമാണ് നാം ഇപ്പോൾ കണ്ടത്. പ്രയോജനമുള്ളതാകുന്നു, അതാണ് ആദായം, അതിന് ശക്തിയുണ്ട്. എങ്കിൽ അവൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരണം. ഇനിയും അതിനുള്ള മാർഗം എന്താണെന്നുള്ളത് നാം നോക്കാം. 1 തിമോത്തിയോസ് 6-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നത്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവയെ അത് വിട്ടോടി നീതി, അടുത്ത വാക്കെന്താ? ഭക്തി. പിന്നെയും പലതും നാം കാണുന്നു. എന്നിട്ട് ഒടുവിൽ നാം കാണുന്നത് പിന്തുടരുക, ഭക്തി പിന്തുടരുക. ഇല്ലെങ്കിൽ ഇത് സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ അങ്ങ് ഉണ്ടാവുകയില്ല. നാം ചെയ്യേണ്ടത് നാം ചെയ്യണം, നാം പിന്തുടരണം, നമ്മുടെ വശത്തു നിന്നും ശ്രമമുണ്ടാവണം. യേശുക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ നമുക്ക് നിത്യജീവനുണ്ട്, സംശയമില്ല. നിത്യജീവനുണ്ടെങ്കിൽ ദൈവിക സ്വഭാവത്തിനും നാം പങ്കാളികളാണ്, അതിനും സംശയമില്ല. എന്നാൽ ആ ദൈവിക സ്വഭാവം ദൃശ്യമാകണം, ആ കാര്യമാണ് നാം ഇവിടെ ചിന്തിക്കുന്നത്. ക്രിസ്തുവിൽ അത് ദൃശ്യമായിരുന്നു, നമ്മിലും അത് ദൃശ്യമാകണം. ദൈവിക സ്വഭാവം നാം കാട്ടുന്നവരായിരിക്കണം. 2 പത്രോസ് 1:4 നാം വായിക്കുമ്പോൾ നാം ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാണെന്നുള്ള കാര്യം, കൂട്ടാളികളാണെന്നുള്ള കാര്യം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ കൂട്ടാളികളാണെന്ന് പറഞ്ഞാൽ പോരെ, അത് കാണണം. ജീവനുണ്ടെങ്കിൽ അതിൻ്റെ സ്വഭാവവും കാണണം. പല തരത്തിലുള്ള ജീവനുണ്ട്. മൃഗങ്ങൾക്കൊരു തരത്തിലുള്ള ജീവനുണ്ട്. ആ ജീവനോട് ബന്ധപ്പെട്ടതാണ് മൃഗസ്വഭാവം എന്ന് പറയുന്നത്. മനുഷ്യ ജീവനുണ്ട്, മനുഷ്യ സ്വഭാവവുമുണ്ട്. അത് ആ ജീവനോട് ചേർന്ന് പോകുന്നതാണ്. നമുക്ക് ദൈവജീവനും ലഭിച്ചിരിക്കുക. ആ ജീവനോട് ചേർന്നുള്ളതാണ് ദൈവ സ്വഭാവം. മൃഗത്തിൻ്റെ സ്വഭാവം കാട്ടുന്നു, മനുഷ്യൻ്റെ സ്വഭാവം കാട്ടുന്നു. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ ജീവനുള്ളവരാകയാൽ എന്താ? ദൈവ സ്വഭാവം കാട്ടുന്നവരായിരിക്കണം. അപ്പോൾ ദൈവഭക്തി ആ കാര്യത്തെക്കുറിച്ച് നാം പറയുമ്പോൾ ആ കാര്യത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ഇത് ദൃശ്യമാകണം. എന്താ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം? ഇറ്റേണൽ ലൈഫ് അല്ലെങ്കിൽ എവർലാസ്റ്റിംഗ് ലൈഫ് നാം സാധാരണ കേൾക്കുന്നതാണ്. നിത്യജീവൻ. എന്താ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം? ഇത് നിത്യജീവൻ എന്താണെന്ന് സാധാരണ ചോദിച്ചാൽ ലഭിക്കുന്ന ആദ്യത്തെ ഉത്തരം ഒരിക്കലും നിലയ്ക്കാത്ത, നിന്നുപോകാത്ത ജീവൻ. ആരെങ്കിലും ആ ഉത്തരം മനസ്സിൽ പറഞ്ഞെങ്കിൽ അത് ഭാഗികമായി ശരിയെന്നേ പറയാൻ ഒക്കുള്ളൂ. നാം അത് പറയുമ്പോൾ മറന്നു പോകുന്ന ഒരു കാര്യം, നരകത്തിലേതും എന്താ നിലയ്ക്കാത്തതാ, തുടരുന്നതാ. അതിനെ ജീവനെന്ന് പറഞ്ഞുകൂടാ, എന്നാൽ നിത്യമരണമാണ്, നിത്യാസ്തിക്യമാണ്. അപ്പോൾ അതും നിത്യമാണ്. അപ്പോൾ നിത്യജീവൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ദൈർഘ്യമല്ല നാം പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത്, അതിൻ്റെ സ്വഭാവം, ഇറ്റ്സ് ക്വാളിറ്റി, അതിൻ്റെ സ്വഭാവം. അതിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ജീവനാണ്, നിന്നു പോകാത്തതല്ല എന്ന് മാത്രമല്ല. ദൈവത്തിൻ്റെ ജീവൻ ആരംഭമില്ലാത്തതുമാണ്. ആരംഭമില്ലാത്തതും അവസാനമില്ലാത്തതും. നാം വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്ന നിത്യജീവൻ എന്ന് പറയുന്നത് ആ ദൈവത്തിൻ്റെ ജീവന് നാം ഭാഗമാകുക. ദൈവത്തിൻ്റെ ജീവൻ മാത്രമേ ആരംഭവും അവസാനവും ഇല്ലാത്തതായിട്ടുള്ളൂ. കാരണം അവൻ മാത്രമാണ് നിത്യൻ. അപ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ ആ ജീവന് നാം ഭാഗമാകുകയാണ്. നാം സാധാരണ അത് ചിന്തിക്കാറില്ല. നാം ജനിച്ചപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ ജീവന് ഭാഗമായി നമുക്ക് ലഭിച്ചു. വീണ്ടും ജനിച്ചപ്പോൾ എന്താ ദൈവത്തിൻ്റെ ജീവന് നാം ഭാഗമായി തീർന്നു. അതാണ് നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നത്. ഇതെത്രയോ വലിയ കാര്യമാണ്. ദൈവത്തിൻ്റെ ജീവന് നാം ഭാഗമാണ്. We are possessors of that divine life, God's life. എന്നാ ഞാനിപ്പോൾ ഓർപ്പിച്ചതുപോലെ ആ ജീവൻ ഉണ്ടെങ്കിൽ, ആ നിത്യജീവൻ അല്ലെങ്കിൽ ആ ദൈവജീവൻ നമ്മുടെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ
ദൈവ സ്വഭാവത്തിനും നാം ഭാഗമാണ്. ആ സ്വഭാവവും നമ്മിലുണ്ട്. എന്നാൽ ആ സ്വഭാവം കാണണം. ഇങ്ങനെ ഒരു ഉദാഹരണം കേട്ടിട്ടുണ്ട്. ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു ഉദാഹരണമാണ്. ഒരിടത്തൊരു റോഡ് പണി നടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അതോറിറ്റീസ് കോൺട്രാക്ടറെ വിളിച്ച് ആ വർക്കൊക്കെ കൊടുത്തു. ആ കോൺട്രാക്ടർ ആ വർക്കൊക്കെ തീർത്തു. എല്ലാം ടാറൊക്കെ ഇട്ട് പണിയൊക്കെ തീർത്ത് പൈസയും വാങ്ങിപ്പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റോഡിന് കുറുകെ ഒരു ക്രാക്ക്, ഒരു വിള്ളലുണ്ടായി. അപ്പോൾ അവർ ആ കോൺട്രാക്ടറെ വിളിച്ചു, പറഞ്ഞു ഒരാഴ്ചയായുള്ള ഇതാണ് അവസ്ഥ. അപ്പോൾ ആ കോൺട്രാക്ടർ വീണ്ടും അവിടെ ടാറും ഒക്കെ ഇട്ട് അത് വൃത്തിയാക്കി. അങ്ങനെ താൻ പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ആ വിള്ളൽ അവിടെ ഉണ്ടായി. ഇവർ വീണ്ടും അയാളെ വിളിച്ചു. അയാൾ വീണ്ടും ചെയ്ത പോലെ തന്നെ വീണ്ടും ചെയ്തു. കുറേ നാൾ ഇങ്ങനെ മുന്നോട്ട് പോയി. എന്നിട്ട് അവസാനം അവർ വിചാരിച്ചു ഇയാളെ വിളിച്ചിട്ട് കാര്യമില്ല, ഈ പരിപാടി തീരുന്നില്ല, നമ്മൾ മറ്റാരെയെങ്കിലും വിളിച്ച് ഇത് കാണിക്കാം. അപ്പോൾ വേറൊരു കോൺട്രാക്ടറെ വിളിച്ചു. ആ കോൺട്രാക്ടറെ ആ പണി ഏൽപ്പിച്ചു. ആ കോൺട്രാക്ടർ പറഞ്ഞു ഈ പരിപാടി എന്തെങ്കിലും ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഈ ഭാഗമെല്ലാം എനിക്കൊന്ന് കുഴിച്ചു നോക്കണം, എങ്കിലേ എനിക്ക് കാര്യം മനസ്സിലാകുകയുള്ളൂ. എന്നിട്ട് താൻ ആ ഭാഗം ഒന്ന് കുഴിച്ചപ്പോഴാണ് എന്താണ് റോഡിന് വിള്ളൽ വരുന്നതിന് കാരണമെന്ന് കണ്ടുപിടിച്ചത്. എന്തായിരുന്നു കാരണം? അങ്ങ് താഴേന്ന് ഒരു കൂട്ടം കുമിളുകൾ കിളിക്കുക. അതിൻ്റെ താഴേന്ന് കുറേ കുമിളുകൾ കിളിക്കുകയാണ്. നിങ്ങൾ കുമിളെന്നാണല്ലോ പറയുന്നത് അല്ലേ? കുമിളുകൾ കിളിച്ച മഷ്റൂം അത് കിളിർത്ത് വരികയാണ്. കുമിളിന് എന്ത് ശക്തിയുണ്ട്? കുമിളിന് എന്ത് ശക്തിയുണ്ട്? കയ്യിലെടുത്താൽ പൗഡർ പോലെ പൊടിച്ചെടുക്കാം. അതിന് ശക്തിയൊന്നുമില്ല, ഒരു ആണി പോലും ഉണ്ടാക്കാൻ സാധ്യമല്ല. അതാണ് ഈ റോഡ് വിള്ളലുണ്ടാക്കിയത്. ഈ റോഡ് വിടർത്തിയത് ആ കുമിളുകളാണ്. എന്തുകൊണ്ടത് നടക്കുന്നു? കുമിളിന് ശക്തി ഇല്ലായിരിക്കാം, പക്ഷെ കുമിളിൽ ജീവനുണ്ട്. ജീവനുണ്ടെങ്കിൽ അതിനെതിരെ നിൽക്കുന്നതിനെ അത് വിടർത്തും, അതിനെ അതിജീവിക്കും. അതുകൊണ്ടാണ് ആ വിള്ളലുണ്ടാകുവാൻ കാരണമായി തീർന്നത്. നമുക്ക് ജീവനുള്ളിൽ ഉണ്ടെന്ന് നാം പറയുന്നു. എത്രമാത്രമാണ് ഇത് പ്രത്യക്ഷമാകുന്നത് സ്വഭാവത്തിൽ? ഇത് ദൃശ്യമാകുന്നുണ്ടോ? ദൈവിക സ്വഭാവം കാട്ടുവാൻ സാധിക്കുന്നുണ്ടോ? അതെ, ദൈവഭക്തി നമ്മിൽ വർദ്ധിക്കുവാൻ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ദൈവിക സ്വഭാവം നമ്മിൽ വർദ്ധിക്കുവാൻ ആവശ്യമുണ്ട്. അതിൻ്റെ ഉപയോഗം നാം ഇപ്പോൾ കാണുകയുണ്ടായി. പ്രയോജനമുള്ളതാണ്, ആദായമാണ്, അത് ശക്തിയുള്ളതാണ്. ഇനി ഇത് നമ്മിൽ വർദ്ധിക്കുവാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ കാണുന്ന ദൈവ സ്വഭാവം, ദൈവഭക്തിയുടെ മർമ്മം, അത് നമ്മിൽ വർദ്ധിക്കുവാൻ ആവശ്യമാണ്? അതെങ്ങനെ അതിൽ വർദ്ധിക്കാം, ദൃശ്യമാകാം? നാം വായിച്ച ആ വേദഭാഗത്തേക്ക് തന്നെ നോക്കിയാൽ, ഞാൻ ആദ്യം ഓർപ്പിക്കുകയുണ്ടായി ആ ക്രമം. 14-15 വാക്യങ്ങളിൽ ദൈവവചനം, 16-ാം വാക്യത്തിൽ ദൈവഭക്തി. ഒന്ന് കാര്യവും മറ്റത് അതിൻ്റെ കാരണവുമാണ്. ദൈവവചനം കാരണവും ദൈവഭക്തി കാര്യവുമാണ്. അല്ലെങ്കിൽ ദൈവവചനമാണ് ദൈവഭക്തി നമ്മിൽ വളർത്തുന്നത്, ദൈവിക സ്വഭാവം നമ്മിൽ വളർത്തി അത് ദൃശ്യമാക്കുന്നത്. ദൈവിക സ്വഭാവത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിനോടുള്ള അനുരൂപത്തിൽ വർദ്ധിക്കണമോ? വചനം ആവശ്യമാണ്. വചനത്തിന് ജീവിതത്തിൽ സ്ഥാനം നൽകണം. വേറെ 1-2 പ്രയോഗങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം നോക്കുക. പ്രത്യാശ ഹേതുവായി തന്റെ വിധന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസാരമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിന്റെ ദാസനും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനുമായ പൗലോസ് ഇവിടെ പൗലോസ് തൻ്റെ അപ്പോസ്തലത്വത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. അതൊന്നും നാം നോക്കിയിട്ട് ആവശ്യമില്ല. അതിൻ്റെ മധ്യം നോക്കുക. ഭക്തിക്കനുസാരമായ സത്യത്തിൻ്റെ പരിജ്ഞാനം. ഭക്തിക്കനുസാരമായ സത്യത്തിൻ്റെ പരിജ്ഞാനം. ഞാൻ ഇംഗ്ലീഷിലത് വായിക്കാം. NIV-യിലാണ് നാം കാണുന്നത്. NIV നോക്കിയാൽ കാണുന്നത് നോളജ് ഓഫ് ദ ട്രൂത്ത് ദാറ്റ് ലീഡ്സ് ടു ഗോഡ്ലിനെസ്. Knowledge of the truth that leads to godliness. What leads to godliness? Knowledge of the truth.
മലയാളത്തിൽ നാം നോക്കുമ്പോൾ കാണുന്നത് ഭക്തിക്കനുസാരമായ സത്യം. അവിടെ ഭക്തിക്കനുസാരമായ സത്യം എന്നുള്ളത് ഭക്തി വളർത്തുന്ന അല്ലെങ്കിൽ ഭക്തിയിലേക്ക് നമ്മെ നയിക്കുന്ന സത്യമെന്ന് നാം മനസ്സിലാക്കണം. സത്യത്തിൻ്റെ പരിജ്ഞാനം. അപ്പോൾ സത്യത്തിൻ്റെ പരിജ്ഞാനം, സത്യം ദൈവവചനമാണ്. വചനമാണ് ഈ ഭക്തി അല്ലെങ്കിൽ ക്രിസ്തുവിനോടുള്ള ആനുരൂപ്യം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാനായിട്ട് അത് കാരണമാക്കുന്നത്. അല്ലെങ്കിൽ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നാം അനുവദിക്കണം. നാം 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിലേക്ക് വരാം. 1 തിമോഥെയോസ് 6-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെയും ആ പ്രയോഗം നാം കാണുന്നു. 3-ാം വാക്യത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും. ഭക്തിക്കൊത്ത ഉപദേശം. ഇവിടെ എല്ലാം ഭക്തി എന്ന് പറയുന്നത് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥത്തിൽ തന്നെയാണ്. ദൈവിക സ്വഭാവം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ക്രിസ്തുവിനോടുള്ള ആനുരൂപ്യം. ആ ആനുരൂപ്യം ഉളവാകുന്നത് പഥ്യവചനത്താലാണ്, ഉപദേശത്താലാണ്. വചനത്തിന് ജീവിതത്തിൽ സ്ഥാനം നൽകണം. വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു മോൾഡ് കണക്കെയാ, ഒരു ഡൈ കണക്കെയാ, ഒരു അച്ച്. അതിന് സമാനമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. അവിടെ ഈ കാര്യം വ്യക്തമായി പൗലോസ് പറയുന്നത് നാം കാണുന്നുണ്ട്. 6:17. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം മതി. അവിടെ ആ പ്രയോഗം നോക്കുക. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം. ആ പ്രയോഗം നോക്കുക. ഉപദേശരൂപം. ഉപദേശം ഒരു രൂപമാണ്. ആ രൂപം എന്നുള്ള വാക്ക് മോൾഡ് എന്നുള്ള അർത്ഥം തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ മോൾഡ്, നമ്മളെ പ്ലാസ്റ്റിക് കസാരയിൽ ഇരിക്കുകയാണല്ലോ. ഇതൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിയിലൊക്കെ നാം പോയാൽ ദ്രാവക രൂപത്തിലുള്ള ആ റോ മെറ്റീരിയൽസ് മെഷീനിലേക്ക് അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് അല്ലെങ്കിൽ ആ മോൾഡിലേക്ക് അവർ ഒഴിക്കും. തണുപ്പിച്ചതിന് ശേഷം അത് തുറന്നാൽ അതിൻ്റെ രൂപമുള്ള ഒരു വസ്തു അതിൽ നിന്നെടുക്കും. അങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്, ഉളവാക്കുന്നത്. അപ്പോൾ വചനം ആ മോൾഡ് കണക്കെയാണ്. അതാണ് ഉപദേശരൂപം. ഈ റോമാലേഖനം 4:6-17 നിങ്ങളെ പഠിപ്പിച്ച എന്നുള്ള പ്രയോഗം നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട എന്നുള്ള അർത്ഥത്തിലാണ്. നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട, നിങ്ങളാണ് റോ മെറ്റീരിയൽസ്. യു ആർ പോർഡ് ഇൻ ടു ദാറ്റ് മോൾഡ്. നിങ്ങൾ ആ മോൾഡിലേക്ക് ഒഴിക്കപ്പെട്ടിരിക്കുക ആണെങ്കിൽ ആ വചനം, ആ ഉപദേശം നിങ്ങളുടെ ജീവിതത്തിന് രൂപം നൽകുന്നതാണ്. എന്നാൽ വചനം ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം നാം വചനത്തിന് നമ്മെ തന്നെ ഏൽപ്പിക്കണം. വചനത്തിന് ജീവിതത്തിന് പേരിൽ വേണ്ട സ്വാധീനം നൽകണം. രണ്ട് തിമോത്തിയോസിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. 2 തിമോത്തിയോസ് അതിന്റെ 13-14 വാക്യങ്ങൾ നോക്കുക. എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. പൗലോസ് വചനത്തെക്കുറിച്ച് പറയുക, വചനത്തോടുള്ള ബന്ധത്തിലുള്ള ഉത്തരവാദിത്വം. താൻ അതിനെക്കുറിച്ച് പറഞ്ഞ പഥ്യവചനം. എന്താ പഥ്യവചനം എന്ന് പറഞ്ഞ അർത്ഥം? പഥ്യം, പദ്യമല്ല, പഥ്യം. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ സാധാരണ വർത്തമാനത്തിലൊന്നും ഉപയോഗിക്കാത്ത വാക്കാണല്ലോ പഥ്യം. ഇംഗ്ലീഷിൽ ചില തർജ്ജമകൾ നോക്കിയാൽ കാണുന്നത് ഹൈജനിക്, ഹെൽത്ത്ഫുൾ, ആഹാരത്തോടൊക്കെ ഉള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരുന്ന വാക്കാണത്. നമ്മൾ ഇങ്ങനെ വിചാരിക്കുക, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, രോഗം മാറി നമ്മളെ വീട്ടിൽ വിട്ടു. അപ്പോൾ വീട്ടിൽ വിടുമ്പോൾ കഴിക്കേണ്ട മരുന്നുകളൊക്കെ തരും. അതുപോലെ അടുത്ത 1 മാസം കഴിക്കേണ്ട ആഹാരത്തിൻ്റെ ഒരു ലിസ്റ്റും തരും. ഇതൊക്കെ കഴിച്ച് എന്തുണ്ടാവണം? ആരോഗ്യം പ്രാപിക്കണം. അങ്ങനെ നൽകുന്ന ആരോഗ്യം നൽകുന്ന ആഹാരത്തിന് ഉപയോഗിക്കുന്ന പ്രയോഗമാണിത്, പഥ്യവചനം. വിശ്വാസികളായി നാം ആരോഗ്യം പ്രാപിക്കണമോ? വചനം, ഉപദേശം നാം ഭുജിക്കണം. പഥ്യവചനം, അതാണ് ആ പഥ്യം എന്നുള്ള വാക്ക്. ഇനിയും
നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്ന പ്രയോഗം ഇവിടെ നാം കാണുന്നുണ്ട്. മാതൃകയാക്കിക്കൊള്ളുക. മാതൃക. റോമാലേഖനം 6:17 രൂപം എന്നുള്ള വാക്ക് നാം കാണുകയുണ്ടായി. രൂപം, അതേ വാക്കാണിത്. മാതൃക. വചനം ഒരു മാതൃകയാണ്, അതൊരു മോൾഡാണ്. ഞാൻ വിശദീകരിച്ചതുപോലെ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ അനുവദിക്കണം. ഗിവ് യുവർ സെൽഫ് അൺ ടു ഇറ്റ്. അത് തന്നെയുമല്ല, ഉപനിധി എന്നുള്ള പ്രയോഗം നാം കാണുന്നു. എന്താ ഉപനിധി എന്ന് പറഞ്ഞാൽ അർത്ഥം? ഉപനിധി ഇത് നാം സാധാരണ വർത്തമാനത്തിൽ ഉപയോഗിക്കുന്ന വാക്കല്ല. ഉപനിധി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുറെ കൂടി മനസ്സിലാകും. ഡിപ്പോസിറ്റ്. ഡിപ്പോസിറ്റ് എന്നുള്ള വാക്ക് നമുക്കറിയാം ഇല്ലേ? ബാങ്കിൽ കൊണ്ടുപോയി നാം എന്തെങ്കിലുമൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യും. അത് നമ്മുടെ ധനമാണ്. ഇറ്റ് എൻറിച്ചസ് us. ഇറ്റ്സ് എ ട്രഷർ ഫോർ us. അപ്പോൾ നമുക്ക് ആരോഗ്യം നൽകുന്നതാണത്, നമ്മെ രൂപപ്പെടുത്തുന്നതാണത്, ആത്മീക ധനമാണത്. വചനം അപ്പോൾ ആ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നമ്മെ തന്നെ വചനത്തിന് നൽകണം. ഇത് വായിക്കണം, ധ്യാനിക്കണം, പഠിക്കണം, അത് പിടിച്ചുകൊള്ളണം, അത് സൂക്ഷിക്കണം. എത്രയോ പ്രയോഗങ്ങൾ ഈ ലേഖനത്തിൽ അങ്ങനെയുള്ളത് നാം കാണുന്നുണ്ട്. എന്നാൽ നാം എന്ത് ചെയ്യുന്നു? വചനവുമായി, വചന സംബന്ധമായി എത്രമാത്രമാണ് അത് ഉള്ളിൽ വസിക്കുന്നത്? കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഐശ്വര്യമായി നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നുള്ള കാര്യം. വചനം വസിക്കണം, ക്രിസ്തുവിൻ്റെ വചനം. അത് ഷെൽഫിലിരുന്നാൽ പരിശുദ്ധാത്മാവിന് പോലും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുവാൻ വചനത്തിലൂടെ സാധ്യമല്ല. പരിശുദ്ധാത്മാവ് പോയി ഷെൽഫിൽ നിന്ന് വേദോത്സവം തുറന്ന് നമ്മളെ വായിച്ചു കേൾപ്പിക്കുകയൊന്നുമില്ല. ഉള്ളിൽ വേണം. നാം കഴിഞ്ഞ സെഷനിൽ ഓർത്തതുപോലെ പരിശുദ്ധാത്മാവ് ഉള്ളിലാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വചനത്താൽ എന്തേലും പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ ചെയ്യണമെങ്കിൽ വചനം ഉള്ളിൽ വേണം. നമ്മുടെ ജീവിതത്തിൽ ക്രമമായി, ഭയത്തോടെ, ഭക്തിയോടെ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന, മനനം ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. അതില്ല എങ്കിൽ ആത്മീയ ജീവിതത്തിൽ വിജയം അസാധ്യമാണ്. അവൻ്റെ സ്വഭാവം കാട്ടുക അസാധ്യമാണ്. ദിവ്യ സ്വഭാവം നമ്മിൽ വളർന്നു വരിക, ദൃശ്യമാകുക അസാധ്യമാണ്. കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ, സഭയിൽ വരുന്ന തകർച്ചയ്ക്കൊക്കെ കാരണം അതല്ലേ? നാം അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വായിക്കേണ്ട ആവശ്യമില്ല, വളരെ പരിചയമുള്ള ഭാഗമാണ്. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ് പല കാര്യങ്ങൾ വിശദീകരിക്കുവാനായിട്ട്. ഇതോടുള്ള ബന്ധത്തിലും അത് പറയാവുന്നതാണ്. 26-ാം വാക്യത്തിൽ ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേര് വന്ന കാര്യം നാം കാണുന്നുണ്ട്. എവിടെ വെച്ചാൽ? അന്ത്യോക്യയിൽ വെച്ച്. ഈ പേരെങ്ങനെ അവർക്ക് കിട്ടിയത്? ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് അവർക്ക് ആ പേര് കിട്ടിയത്? അല്പം വിശദീകരിക്കാം. 8-ാം അധ്യായം നാം വായിക്കുമ്പോൾ സ്തെഫാനോസ് മരിച്ചു, കൊല ചെയ്യപ്പെട്ടു. അതിനുശേഷം ദൈവജനം അവിടെ നിന്നും ചിതറിപ്പോകുന്നു. അവർ പലയിടങ്ങളിൽ പോയി, അന്ത്യോക്യ വരെയും പോയി. അവിടെ അവർ സുവിശേഷം അറിയിച്ചു. അവിടെ ഒരു സഭ സ്ഥാപിതമായി. ആ വിവരം യെരുശലേമിലെ സഭ കേട്ടു. അവരെന്ത് ചെയ്തു? ഒരാളെ അങ്ങോട്ട് അയച്ചു, ബർന്നബാസിനെ. ബർന്നബാസ് അവിടെ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവർ വിശ്വാസത്തിൽ തുടരുവാൻ അവരെ പ്രബോധിപ്പിച്ചു. ബർന്നബാസ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രബോധനപുത്രൻ. തനിക്കുള്ള വരം അതായിരുന്നു, പ്രബോധിപ്പിക്കുക. എന്നിട്ട് തനിക്ക് മനസ്സിലായി ഇവർക്കത് മാത്രം പോരാ, ഈ പ്രബോധനം മാത്രം പോരാ, ഈ പ്രോത്സാഹനം മാത്രം പോരാ, ഇവരെ വചനം പഠിപ്പിക്കണം. പുതിയ വിശ്വാസികളാണ്, ഇവരെ വചനം പഠിപ്പിക്കണം. അപ്പോൾ വചനം പഠിപ്പിക്കാൻ ഒരാളെക്കുറിച്ച് താനോ ഇങ്ങനെ ചിന്തിച്ചു. ആരുടെ കാര്യം മനസ്സിൽ വന്നു? പൗലോസ് അല്ലെങ്കിൽ ശൗൽ. നാം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം വായിക്കുമ്പോൾ ശൗലിൻ്റെ മാനസാന്തരം നാം കാണും. ദമസ്കോസിലേക്കുള്ള വഴിയിൽ ശൗൽ മാനസാന്തരപ്പെടുന്നു. താൻ ആ വഴിയിൽ മാനസാന്തരപ്പെട്ടതിന് ശേഷം താൻ ദമസ്കോസിലേക്ക് പോകുന്നു. അവിടെ പ്രശ്നമായപ്പോൾ താൻ യെരുശലേമിലേക്ക് പോകുന്നു. അവിടെയും പ്രശ്നമായി. അവിടെയൊക്കെ താൻ കർത്താവിനെക്കുറിച്ച് പ്രസംഗിച്ചു. പ്രശ്നമായി. യെരുശലേമിൽ നിന്നും പിന്നെ അവർ അവനെ തർസോസിലേക്ക് അയക്കുന്നത് നാം കാണുന്നു. തൻ്റെ തന്നെ പട്ടണത്തിൽ തർസോസിലേക്ക് അയക്കുന്നു. തർസോസിൽ ചെന്ന് ഞാൻ എന്ത് ചെയ്യുകയായിരുന്നു? വ്യക്തമായിട്ട് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല.
എന്നാൽ കിലിക്യ പ്രദേശങ്ങളിൽ സഭകൾ ഉണ്ടായിരുന്നതായി പിന്നീട് നാം അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നുണ്ട്. തർസോസൊക്കെ കിലിക്കയിലുള്ള സ്ഥലങ്ങളാണ്, പൗലോസിൻ്റെ സ്ഥലങ്ങളാണത്. അപ്പോൾ താൻ അവിടെ ചെന്ന് കർത്താവിനെ പ്രസംഗിച്ച് സഭകൾ സ്ഥാപിക്കുകയായിരുന്നേക്കാം. അപ്പോൾ അങ്ങനെ തുടർന്നപ്പോഴാണ് ഈ അന്ത്യോക്യയിൽ ഈ ആവശ്യം. എന്താവശ്യം? ആരെങ്കിലും വന്ന് അവിടെ പഠിപ്പിക്കണം. അപ്പോൾ ബർന്നബാസ് ശൗലിനെ കുറിച്ച് ഓർത്തു. ശൗലിനെ കണ്ടുപിടിക്കുവാനായിട്ട് താൻ തർസോസിലേക്ക് പോകുന്നു. തന്നെ കണ്ടുപിടിച്ചു, നിർബന്ധിച്ച് തന്നെ അന്ത്യോക്യയിലേക്ക് കൊണ്ടുവരുന്നു. അന്ത്യോക്യയിൽ 1 വർഷം അവർ രണ്ടുപേരും ചേർന്ന് അവിടെ പാർത്ത് അന്ത്യോക്യയിലെ ആ പുതിയ വിശ്വാസികളെ പഠിപ്പിച്ചു. വചനം പഠിക്കുമ്പോൾ എന്തുണ്ടാവും? മിക്കവാറും ഒന്നും ഉണ്ടാകാറൊന്നുമില്ല അല്ലേ? പഠിക്കും, അല്ല തന്നെ ഒന്നും ഉണ്ടാകാറില്ലെന്നല്ല, നമ്മളറിയാതെ തന്നെ ജീവിതത്തിൽ വ്യതിയാനം വരുന്നുണ്ട്, സംശയമില്ല. അപ്പോൾ അവർ 1 വർഷത്തോളം അവരെ വചനം പഠിപ്പിച്ചു. വചനം പഠിപ്പിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ വ്യതിയാനമുണ്ടായത് ദൃശ്യമായിരുന്നു. എന്താണ് വ്യതിയാനം? ഇവർ പഠിപ്പിച്ച ക്രിസ്തുവിനെ പോലെ അവർ ജീവിക്കുവാൻ തുടങ്ങി. ഇവർ പഠിപ്പിച്ച ക്രിസ്തുവിനെ പോലെ അവർ ജീവിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ചുറ്റുമുള്ളവർ അവരുടെ ജീവിതം കണ്ട് ഈ വ്യത്യാസം മനസ്സിലാക്കി പറഞ്ഞു, ഇനിയും ഇവരെ നമ്മൾ ഇവരുടെ പേര് കൊണ്ട് വിളിക്കുകയില്ല, ഇവരെ നമുക്ക് ക്രിസ്ത്യാനികളെന്ന് വിളിക്കാം. അങ്ങനെ ഇവർക്ക് ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായത്. ഞാൻ പറഞ്ഞു വന്നത് വചനത്തിൻ്റെ പ്രവൃത്തിയാത്. അവർ 1 വർഷം വചനം പഠിച്ചതിൻ്റെ ഫലമാണത്. കർത്താവ് പറയുണ്ടായി, നിങ്ങൾ വചനം പരിശോധിച്ച് നോക്കുക, അതെന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. വചനത്തിൻ്റെ ഉള്ളടക്കം ക്രിസ്തുവാ. വചനം നാം ഭുജിക്കുമ്പോൾ, വചനം ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ നാം ക്രിസ്തുവിനെ ഭുജിക്കുക. ക്രിസ്തുവിനെ നാം ഭുജിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തു വെളിപ്പെടും. അന്ത്യോക്യയിൽ നടന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ അത് നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വചനത്തിന് വേണ്ട സ്ഥാനം ജീവിതത്തിൽ നാം നൽകുന്നില്ല എന്നുള്ളതാണ്. വചനമില്ലാതെ ദൈവഭക്തിയുടെ മർമ്മം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുക അസാധ്യമാണ്. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവഭക്തി ലഭ്യമാകുവാനുള്ള മാർഗമാണ്. പൗലോസ് പറഞ്ഞു, പിന്തുടരുക. എന്തു പിന്തുടരണം? ഒന്നാമത്തേത് ഇതാ, വചനത്തിന് ജീവിതത്തിൽ സ്ഥാനം നൽകണം. സ്ഥാനം നൽകുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഇനി തൊട്ട് ബൈബിള് വീട്ടിലെ മുൻവശത്തെ മുറി തന്നെ വെക്കണം ആണോ? ഇല്ല, അതല്ല. പിന്നെ അത് നാം വായിക്കണം, പഠിക്കണം, ജീവിതത്തിൻ്റെ ഭാഗമാകണം, അനുസരിക്കണം, പങ്കിടണം. ഒന്ന് തിമോത്തിയോസിലേക്ക് മടങ്ങി വരാം. ചെയ്യേണ്ട 2ാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. അതിൻ്റെ 7-ാം വാക്യം നോക്കുക, 4:7. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. അവിടെ നാം വായിക്കുമ്പോൾ ദൈവഭക്തി ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നാം കാണുന്നു? അഭ്യാസം ചെയ്യണം. അഭ്യാസം ചെയ്യുക. ഇതിൻ്റെ അർത്ഥം എന്താ? അഭ്യാസം ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ എക്സസൈസ് റാദർ ഓൺ ടു ഗോഡ്ലിനെസ്. എക്സസൈസ്, അഭ്യാസം ചെയ്യുക. എക്സസൈസ്, അഭ്യാസം നമുക്കറിയാവുന്നതാണ്. ഇവിടെ അഭ്യാസം അല്ലെങ്കിൽ എക്സസൈസ് എന്നുള്ള ആ വാക്കിൻ്റെ മൂലാർത്ഥം വിവസ്ത്രനാകുക എന്നുള്ളതാണ്. അൺഡ്രസ്. വിശദീകരിക്കാം. ഈ വാക്ക്, ഇതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് ജിംനേഷ്യത്തിൽ നിന്നും എടുത്തിട്ടുള്ള വാക്കാണ്. ജിംനേഷ്യം നമുക്കൊക്കെ അറിയാം. ഇപ്പം എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണല്ലോ. ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നവരാണ് ഒത്തിരി പേര്. ജിമ്മിൽ പോവുകയാണെന്ന് വിചാരിക്കുക. ജിമ്മിൽ ചെന്ന് എന്താ ആദ്യം ചെയ്യുന്നത്? നമ്മൾ വീട്ടിൽ നിന്നും നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും പോകുന്നത്. അവിടെ ചെന്ന് ഈ വെയിറ്റൊക്കെ ലിഫ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ആവശ്യമില്ലാത്ത ഡ്രസ്സൊക്കെ നാം റിമൂവ് ചെയ്യും. അൺഡ്രസ്. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് വി ഡു. വിവസ്ത്രരാകുക. അത്യാവശ്യമുള്ളത് മാത്രമേ ശരീരത്തിൽ നാം വെക്കാറുള്ളൂ. അങ്ങനെ വിവസ്ത്രനാകുന്നതിന്, അൺഡ്രസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണിത്. എക്സസൈസ്. റിമൂവ് ഡ്രസ്. റിമൂവ് ദി അൺനെസസറി തിങ്സ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ നീക്കം ചെയ്യുന്നതിന്
ഉള്ള ആ അർത്ഥം, നീക്കം ചെയ്യുക എന്നുള്ള ആ അർത്ഥം വരുന്നതാണ് ഈ വാക്ക് എക്സസൈസ്. ഇതിൻ്റെ മൂലാർത്ഥത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, അഭ്യാസം. അപ്പോൾ അഭ്യാസം എന്നുള്ള വാക്ക് നമ്മെ ഓർപ്പിക്കുന്നത് നമ്മിൽ നിന്നും ആവശ്യമില്ലാത്തവ നാം നീക്കണം. ആദ്യം വചനം ജീവിതത്തിൽ എടുക്കുന്ന കാര്യമാണ് നാം കണ്ടത്, ഉൾക്കൊള്ളുന്ന കാര്യമാണ്. ഇത് നാം ശ്രദ്ധിക്കണം. നീക്കേണ്ടവ ജീവിതത്തിൽ നിന്നും നീക്കണം. അപ്പോൾ അഭ്യാസം ചെയ്യുക എന്നുള്ള പ്രയോഗം നമ്മെ ഓർപ്പിക്കുന്നത് അതാ, അതൊരു വിശുദ്ധ ജീവിതത്തെ കാണിക്കുന്നതാ. അല്ലെങ്കിൽ എബ്രായ ലേഖനം 12:1 നാം വായിക്കുന്നത് പോലെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും. സകല ഭാരം എടുത്തുകൊണ്ട് ഓടാൻ സാധ്യമല്ല. ആവശ്യമില്ലാത്തതൊക്കെ ഉണ്ടോ നീക്കം ചെയ്യുക. മുറുകെ പറ്റുന്ന പാപം എന്ന് വെച്ചാൽ വിട്ടുകളയാൻ പ്രയാസം തോന്നുന്ന പാപം വേണ്ടെന്ന് വെച്ചതാ, പിന്നെ എന്താ വരുന്നു? അങ്ങനെയുള്ളവ എല്ലാ ജീവിതത്തിലും അങ്ങനെയുള്ളവയുണ്ട്. അവയൊക്കെ നാം ഐഡന്റിഫൈ ചെയ്ത് നീക്കം ചെയ്യാനുള്ള ആഗ്രഹമുള്ളവരായിരിക്കണം. അതിനുള്ള പടികൾ എടുക്കണം. വിശുദ്ധ ജീവിതമില്ലാതെ ക്രിസ്തുവിനോടുള്ള അനുരൂപ്യം അസാധ്യമാണ്. നാം ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. നീക്കേണ്ടതൊക്കെ ഉണ്ടോ, അതോ അതൊക്കെ കൊണ്ട് നടക്കുകയാണോ? നാം ആദ്യം കണ്ടത് ദൈവവചനം, ഇപ്പോൾ നാം കണ്ടത് അഭ്യാസം ചെയ്യുക. അതോടൊപ്പം നമുക്ക് ഒന്നുകൂടി ചേർക്കാനായിട്ട് സാധിക്കും, ക്രിസ്തുവിനോടുള്ള ആനുരൂപ്യം ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ട സ്ഥാനം നാം നൽകണം. ആത്മാവിനാൽ നിറഞ്ഞവരാകണം. എഫേസ് ലേഖനം 5:18. ഈ വിശുദ്ധിയുടെ പാതയിൽ പുരോഗമിക്കുവാനും വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും ഒക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമില്ലാതെ അസാധ്യമാണ്. അതാണ് ആത്മാവിനാൽ നിറഞ്ഞവരായി. എന്താ നിറഞ്ഞവരായി എന്ന് പറഞ്ഞാൽ അർത്ഥം? നിറഞ്ഞവരായി, ബി ഫിൽഡ്. ഫിൽഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? നിറഞ്ഞവരായി എന്നതിന് പുതിയ നിയമാർത്ഥം നിയന്ത്രിതരായി എന്നാണ്. നിയന്ത്രിതരായി, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതരായിരിക്കണം. വചനം പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത്. വിശുദ്ധീകരണം പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത്. അപ്പോൾ അത് ജീവിതത്തിൽ ഉണ്ടായി പുരോഗമിക്കുവാൻ പരിശുദ്ധാത്മാവിനിടം നൽകണം. അതാണ് ആത്മാവിനാൽ നിറഞ്ഞവരായി എന്നുള്ളതിൻ്റെ അർത്ഥം. ആത്മാവിനാൽ അങ്ങനെ നിറഞ്ഞവരായിരിക്കുന്നുവെങ്കിൽ ആത്മാവിൻ്റെ ഫലം ജീവിതത്തിൽ ഉണ്ടാകും. എന്താണ് ആത്മാവിൻ്റെ ഫലം? എന്താണ് ആത്മാവിൻ്റെ ഫലം? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ തുടങ്ങിയുള്ളവ 9 കൂട്ടം ഐറ്റം നാം അവിടുത്തെ കാണുന്നുണ്ട്. ഗലാത്യലേഖനം 5:22-23. ഈ 9 ഐറ്റവും അതിൻ്റെ പൂർണ്ണതയിൽ നാം കാണുന്നത് ക്രിസ്തുവിലാണ്. അപ്പോൾ ആത്മാവിൻ്റെ ആ ഫലമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉളവാക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ ചെയ്യുന്ന പ്രവൃത്തി അതാണ്. പുത്രനെ പോലെ നമ്മുടെ ജീവിതമാക്കുക. എന്നാൽ അത് പ്രവർത്തിക്കണമെങ്കിൽ, അത് സാധ്യമാകണമെങ്കിൽ നമ്മെ തന്നെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് വിധേയമാക്കണം. ഇതൊക്കെ ഒരു തിയറിയായി, ഉപദേശമായി, ഒരു അബ്സ്ട്രാക്ട് തിങ്ങായി നമ്മുടെ ജീവിതത്തിൽ ഇരുന്നാൽ പോരാ. ഇത് പ്രായോഗികമാക്കണം. ഇവയൊക്കെ പേഴ്സണൽ ആകണം, വ്യക്തിപരമായ അനുഭവമാകണം. മറ്റൊന്നുകൂടി ഓർപ്പിക്കട്ടെ, ആത്മാവിൻ്റെ ഫലം ആ 9 കൂട്ടം ഐറ്റമാണ് നാം കണ്ടു. ആ 9 കൂട്ടം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആത്മാവിൻ്റെ ഫലം സിംഗുലറിൽ ഉപയോഗിച്ചിരിക്കുന്നു? ഏകവചന പ്രയോഗം എന്തുകൊണ്ട്? ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നല്ലേ പറയേണ്ടത്? നാം സാധാരണ നൽകുന്ന വിവരണം അത് 9 ചേർന്ന് ഒരു ഫലം നാം നൽകാറുള്ള വിശദീകരണവുമുണ്ട്. ഒരു ഓറഞ്ച് അത് തുറന്നാൽ ഒത്തിരി അല്ലികളുണ്ട്. ഈ 9 എണ്ണവും ആ ഒരു ഫലത്തിൻ്റെ
പല അല്ലികളാണ്, അത് ചേർന്ന് ഒന്ന് എന്ന് നാം വിശദീകരിക്കാറുണ്ട്. എന്നാൽ വേറൊരു വിശദീകരണമുണ്ട്, എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമുള്ള വിശദീകരണം. ആ ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങൾ നമുക്കിങ്ങനെ വായിക്കാനായിട്ട് സാധിക്കും. എന്താണ് 22-ാം വാക്യം? ആത്മാവിൻ്റെ ഫലമോ സ്നേഹം. That's it. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം. എത്ര ഉണ്ട്? ഒന്നേ ഉള്ളൂ. പിന്നെ തുറന്നു പറയുന്ന 8 എണ്ണമോ? ആ 8 എണ്ണം ഈ ഒന്നിൻ്റെ പ്രായോഗിക വശമാണ്. സ്നേഹമുണ്ടെങ്കിൽ സന്തോഷമുണ്ടായിരിക്കും, സ്നേഹമുണ്ടെങ്കിൽ സമാധാനമുണ്ടായിരിക്കും, സ്നേഹമുണ്ടെങ്കിൽ ദീർഘക്ഷമയുണ്ടായിരിക്കും, സ്നേഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ കാണുന്ന 8 കൂട്ടം കാര്യങ്ങളാണ് തുറന്നു പറയുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ ഫലമോ സ്നേഹം. എനിക്ക് കുറെ കൂടി ഇഷ്ടപ്പെട്ട വിശദീകരണം അതാണ്. ആദ്യത്തേതും സാധ്യമാണ്, എന്നാൽ ഈ രണ്ടാമത്തേത് കുറെ കൂടി നല്ലത്. ഇനി നാം 1 യോഹന്നാൻ 4-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ 8-16 വാക്യങ്ങളിൽ നാം കാണുന്ന ഒരു വാക്യമുണ്ട്. ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹം തന്നെ, അതവൻ്റെ സ്വഭാവമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് സ്നേഹം ഉളവാക്കുമ്പോൾ ദൈവം സ്നേഹം തന്നെ, അവനെപ്പോലെ ആയിത്തീരുക. അതിൻ്റെ പൂർണ്ണത ക്രിസ്തുവിലാണ് നാം കാണുന്നത്. ക്രിസ്തുവിനെ പോലെ ആയിത്തീരുകയാണ്. അപ്പോൾ ആത്മാവാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നാം ആത്മാവിനാൽ നിറയപ്പെടേണ്ടത് ഏറെ ആവശ്യമാണ്. D.L. മൂഡി ഒരിക്കൽ ആത്മനിറവിനെക്കുറിച്ച് പ്രസംഗിക്കുവാൻ താൻ സ്റ്റേജിലേക്ക് പോയി. താൻ സ്റ്റേജിലേക്ക് പോയപ്പോൾ തൻ്റെ കയ്യിൽ ആ കാര്യം പഠിപ്പിക്കുവാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളവും എടുത്തു, മറ്റേ കയ്യിൽ കുറേ ചെറിയ കല്ലുകളും എടുത്തു. ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ള വിശദീകരണമാണിത്. അപ്പോൾ താൻ സ്റ്റേജിൽ ചെന്ന് തൻ്റെ വിഷയമൊക്കെ അനൗൺസ് ചെയ്തു. എന്നിട്ട് താൻ ഉദാഹരണത്തിന് ഇത് വിശദീകരിക്കുവാനായിട്ട് താൻ ആ ഗ്ലാസ് ജനത്തെ കാണിച്ചിട്ട് ചോദിച്ചു, ഈ ഗ്ലാസ് ഇപ്പോൾ എന്തിനാൽ നിറഞ്ഞിരിക്കുന്നു? ജനങ്ങൾ ഒന്നിച്ച് പറഞ്ഞു, ഗ്ലാസ് ഇപ്പോൾ വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നു. അത് വക്കുവരെയും വെള്ളം കൊണ്ട് നിറഞ്ഞതായിരുന്നു. എന്നിട്ട് മറ്റേ കയ്യിലുള്ള കല്ല് താൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു, കുറേ വെള്ളം വെളിയിലേക്ക് പോയി. എന്നിട്ട് ജനത്തോട് ചോദിച്ചു, ഇപ്പോഴോ? അപ്പോൾ ജനം പറഞ്ഞു, ഇപ്പോൾ കല്ലും വെള്ളവുമായിട്ടാണ് ആ ഗ്ലാസ് നിറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് താൻ ആ കല്ല് ഒന്നൊന്നായിട്ട് പെറുക്കിയെടുത്തു, വീണ്ടും വക്കോളം വെള്ളം നിറച്ചു. താൻ ജനത്തോട് ചോദിച്ചു, ഇപ്പോഴോ? അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇപ്പോൾ അത് വെള്ളത്താൽ മാത്രം നിറഞ്ഞിരിക്കുന്നു. എന്നിട്ട് താൻ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ കല്ലും മണ്ണും ചെളിയും ആ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന അവയെയൊക്കെ നീക്കം ചെയ്ത് പരിശുദ്ധാത്മാവിന് ജീവിതത്തിൻ്റെ എല്ലാ ന്യൂക്ക് ആൻഡ് കോർണർ, എല്ലാ മൂലയും എല്ലാ സ്ഥലവും അവനായി നൽകുന്നതാണ് ആത്മാവിനാലുള്ള നിറവ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും അത് സാധ്യമായി വരുമ്പോൾ ആത്മാവിൻ്റെ ഫലം ജീവിതത്തിൽ ഉളവാകും. അത് ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്, ദൈവിക സ്വഭാവമാണ്, അത് ദൃശ്യമാകും. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ വേണ്ടും വണ്ണം വചനത്തോട്, വിശുദ്ധ ജീവിതത്തോട്, പരിശുദ്ധാത്മ നിറവ്, ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുമ്പോൾ ഉളവാകുന്നതാണ് ക്രിസ്തുവിനോടുള്ള ആനുരൂപ്യം. അതാണ് ദൈവഭക്തിയുടെ മർമ്മം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്നത്. ഇത് വിശ്വാസികളിൽ ഉണ്ടാവണം. 2 കൊരിന്ത്യർ 3:18 നാം കാണുന്നുണ്ട്, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു എന്നുള്ള പ്രയോഗം. തേജസ്സിൽ നിന്ന് തേജസ് പ്രാപിച്ചു, ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. എന്താ തേജസ്? ഗ്ലോറി എന്താണ് അതിൻ്റെ അർത്ഥം? ഇതേ കാര്യം തന്നെയാണ്, ദൈവിക സ്വഭാവം. തേജസ് എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. 4 അർത്ഥങ്ങളോ മറ്റോ ഉണ്ട്. ഒന്ന്, പുകഴ്ത്തുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ഗിവിങ് ഗ്ലോറി ടു ഗോഡ്. രണ്ടാമത്, ദൈവിക സാന്നിധ്യത്തിന് അത് പറയുന്നതാണ്. മൂന്നാമത്, ഗ്ലോറി എന്നുള്ള വാക്ക് പ്രകാശത്തിന് ഉപയോഗിച്ച് കാണുന്നുണ്ട്. ദ ഗ്ലോറി ഓഫ് ദ സൺ, ഗ്ലോറി ഓഫ് ദ സ്റ്റാർസ്. അല്ലെങ്കിൽ സൂര്യൻ്റെ തേജസ്, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. ആ തേജസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രകാശത്തെ ഓർപ്പിക്കുന്നതാണ്. അതേപോലെ 4-മത്തെ അർത്ഥം ദൈവിക സ്വഭാവത്തെ കാണിക്കുന്നതാണ്. കർത്താവ് തൻ്റെ തേജസ് തൻ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയ കാര്യം നാം കാണുന്നു. അത് തൻ്റെ സ്വഭാവത്തെ കാണിക്കുന്നതാണ്. അപ്പോൾ
തേജസ്സിൽ നിന്ന് തേജസ് എന്ന് പറയുമ്പോൾ, ആ വർദ്ധിക്കണമെന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ആ തേജസ്, ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി അവ വർദ്ധിച്ചു വരുവാനിട വരണം. സാധ്യമാകണമെങ്കിൽ വചനത്തിന് നമ്മെ തന്നെ നൽകണം, അഭ്യാസം ചെയ്യണം, ആത്മനിറവ് ജീവിതത്തിലുണ്ടാവണം. നാം ചിന്തിച്ച ഈ കാര്യങ്ങളൊക്കെ നാം ഒന്ന് ശ്രദ്ധിക്കുവാനായിട്ട് ഇടവരട്ടെ. വചനത്തിന് വേണ്ട സ്ഥാനം നൽകാം, ആത്മാവിന് വേണ്ട സ്ഥാനം നൽകാം, വിശുദ്ധ ജീവിതത്തിന് വേണ്ട സ്ഥാനം നൽകാം, നീക്കേണ്ടതൊക്കെ നീക്കാം. അങ്ങനെയെങ്കിൽ ദൈവഭക്തി വർദ്ധിച്ചു വരും, കർത്താവിനെ മറ്റുള്ളവർക്ക് കാട്ടുവാൻ ഇടവരും. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവവചനവും പറഞ്ഞാട്ട് ദൈവഭക്തിയാണ്. നാം ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിനെ കാട്ടി ജീവിക്കുവാൻ ഈ കേട്ട കാര്യങ്ങളൊക്കെയും മുഖാന്തരമായി തീരുമാറാകട്ടെ.